നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടൻ സലിം കുമാർ ഇനി മലയാളി മനസ്സിലെ ചിരിയോർമ്മ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ത്യം 56 വയസ്സിൽ. വടക്കൻ പറവൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിട പറയുന്നത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും ഒരുപിടി അനശ്വര കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ. കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമർദ്ദനം. സംഭവത്തിൽ കേച്ചേരി ആയമുക്ക് സ്വദേശികളായ 3 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ രായമരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, കരീമിന്റെ മക്കളായ റൌഫ്, റാസിഖ് എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. പുലർച്ചെ യുവാവിനെ വിളിച്ചു വരുത്തി ക്രൂരമായ ആക്രമണം. അകലാട് ചെറുതോട്ടുപുരയ്ക്കൽ 35 വയസ്സുള്ള മുസ്തഫയാണ് മർദ്ദനത്തിന് ഇരയായത്. ബൈക്കിൽ പിന്തുടർന്നു വന്ന് ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയിലും തോളിലും അടിച്ചതായും റോഡിലൂടെ വലിച്ചിഴച്ചതായും പരാതി. യുവതിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ സന്ദേശമയച്ചതാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. നടൻ സലിം കുമാർ ഇനി മലയാളി മനസ്സിലെ ചിരിയോർമ്മ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 56 വയസ്സിലാണ് അന്ത്യം. വടക്കൻ പറവൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ രാത്രി 10:43 മരണം സ്ഥിരീകരിച്ചത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നടൻ ജയറാം തുടങ്ങി സിനിമ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. തുടർന്ന് ടൗൺ ഹാളിൽ പൊതുദർശനം നടന്നു. മുഖ്യമന്ത്രി VD സതീശനും ഹൈബി ഈഡൻ, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ് തുടങ്ങി രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും സംവിധായകൻ കമൽ, രമേശ് പിഷാരടി, നവ്യ നായർ, ദിലീപ്, ബാബുരാജ്, ഹരിശ്രീ അശോകൻ, രഞ്ജി പണിക്കർ, സൗബിൻ ഷാഹിർ, ആന്റണി പെരുമ്പാവൂർ, മഹേഷ് നാരായണൻ, ആൻഡോ ജോസഫ് തുടങ്ങി സിനിമാ മേഖലയിലെ പ്രമുഖരും ടൗൺ ഹാളിലെത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും സലിം കുമാറിനെ അനുസ്മരിച്ചു. ഉച്ചയ്ക്ക് 2 മൃതദേഹം ടൗൺ ഹാളിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചത്. സലിം കുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഇല്ലാതെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അസ്ഥി പുഴയിലൊഴുക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ വേണ്ടെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. കോൺഗ്രസ് പതാക പുതപ്പിച്ച ശേഷം സലിം കുമാറിന്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുകയായിരുന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മുഖ്യമന്ത്രി VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അടക്കമുള്ളവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം വീടായ ലാഫിംഗ് വില്ലയിൽ എത്തിച്ചപ്പോഴും ഒരു നോക്കു കാണാനായി നിരവധി പേരാണ് എത്തിയത്. മറ്റു വാർത്തകൾ. കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കേച്ചേരി ആയമുക്ക് സ്വദേശികളായ 3 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ രായമരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, കരീമിന്റെ മക്കളായ റൌഫ്, റാസിഖ് എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. വീടിനടുത്തുള്ള യുവാവിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പ്രതികൾ കോൺക്രീറ്റ് മാലിന്യം നിക്ഷേപിച്ചതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിനാണ് 3-അംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനമേറ്റ് നിലത്ത് വീണ ഷാഫിയുടെ വയറ്റിലും നെഞ്ചിലും ചവിട്ടിയതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. കൂടാതെ പ്രതികളുടെ ആക്രമണത്തിൽ നിന്ന് ഷാഫിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മാതാവിന് മർദ്ദനമേറ്റതായി പറയുന്നു. പ്രതികൾക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇവർ ഒളിവിൽ പോയതായി പോലീസ് അറിയിച്ചു.
ക്രൂരമർദ്ദനത്തിന് വിധേയനായ മുഹമ്മദ് ഷാഫിയെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഷാഫി ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ മാനസികാഘാതത്തിൽ പാനിക് അറ്റാക്ക് ഉണ്ടായതായും ബന്ധുക്കൾ പറഞ്ഞു. ഷാഫിയുടെ കുടുംബം വർഷങ്ങളായി വിദേശത്താണ് താമസിക്കുന്നത്. കുടുംബപരമായ ആവശ്യത്തിന് നാട്ടിലെത്തിയപ്പോഴാണ് പ്രതികളുടെ വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പറമ്പിൽ തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടതും ഇതേക്കുറിച്ച് ചോദിച്ചതിനെ തുടർന്ന് ക്രൂരമർദ്ദനമുണ്ടായതും. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരെ നേരിൽ കണ്ട് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇത്തവണ കൂടുതൽ കാലവർഷ മഴ ലഭിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം. നാളെയും മറ്റന്നാളും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ശേഷം സംസ്ഥാനത്തുടനീളം കാലവർഷ മഴ ദുർബലമാകാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 9 വരെ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. 50 കിലോമീറ്റർ വരെ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പുലർച്ചെ യുവാവിനെ വിളിച്ചു വരുത്തി ക്രൂരമായ ആക്രമണം. അകലാട് ചെറുതോട്ടുപുരയ്ക്കൽ 35 വയസ്സുള്ള മുസ്തഫയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ബൈക്കിൽ പിന്തുടർന്നു വന്ന് ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയിലും തോളിലും അടിച്ചതായും അവശനായി കിടന്ന ഇയാളെ മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചിഴച്ചതായും പരാതി. ദേഹമാസകലം പരിക്കേറ്റ മുസ്തഫയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്ത് മുസ്തഫയോട് എടക്കരയിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ബൈക്കിൽ എടക്കര മിനി സെന്ററിലെത്തിയ മുസ്തഫ റോഡിൽ ഒരു സംഘം നിൽക്കുന്നത് കണ്ട് ബൈക്ക് തിരിച്ച് അതിവേഗം ഓടിച്ചെങ്കിലും അക്രമി സംഘം പിന്നാലെയെത്തി ബൈക്ക് ഇടിച്ചിടുകയായിരുന്നു. റോഡിൽ വീണ മുസ്തഫയെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അടിക്കുകയും റോഡിൽ വലിച്ചെടുക്കുകയും ചെയ്തതായി പറയുന്നു. പ്രദേശത്ത് ആളുകൾ കൂടിയപ്പോൾ അക്രമി സംഘം മറ്റൊരു ബൈക്കിൽ ആശുപത്രിയിലേക്കെന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നുവെന്നും കൊഴിങ്ങരയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് റോഡരികിലെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. കുഞ്ഞൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാണാം, അങ്ങോട്ട് വരാം, റോഡിലേക്ക് വരാം, അവിടെ കാണാൻ മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് ഞാൻ ഇവിടുന്ന് കൂട്ടുകാരൻ്റെ ബൈക്കും വാങ്ങിച്ച് പോയത്. നോക്കുമ്പോൾ 3-4 ബൈക്കുമ്പോൾ പിള്ളേരിങ്ങനെ കറങ്ങുന്നത് കണ്ട് 5-6 ചെക്കന്മാരുണ്ട്. കറങ്ങുന്നത് കണ്ട് സംശയം തോന്നി ഞാൻ വണ്ടി എടുത്ത് പോകും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു ചാവ ബൈക്കുമ്പോൾ പിന്നെ ഫോളോ ചെയ്ത് വന്ന് പഞ്ചായത്തിൻ്റെ അവിടെ എത്തി. പുന്നൂർ പഞ്ചായത്തിൻ്റെ ക്രോസിംഗ് വെച്ചിട്ട് ബസ്സിനെ ഇടിച്ചിടാൻ നോക്കി. രക്ഷപ്പെട്ട് 3ാമത്തെ സ്ഥലത്ത് നിന്ന് അവർ നേരെ സ്ട്രൈറ്റ് വന്ന് ബാക്കിൽ ഇടിച്ചിട്ടിട്ട് പൈപ്പ് പൊടിയിട്ടിനെ തലക്കടിച്ച് ഷോൾഡറിന് കടി അടിച്ച് ഈ കൈയുടെ ഇവിടേക്ക് ഒരു അടിയും കിട്ടി. തടുത്തതാണ് 3ാമത്തെ അടിക്കത് തടുത്ത്. അവർ 6 പേരുണ്ടായിരുന്നു. 3 ബൈക്കിലായിട്ട് 6 പേരാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. കേസ് എടുക്കണമെന്ന് പറഞ്ഞ് വടക്കേക്കാട് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ആള് ഈ ചെറിയ ചെക്കനാണ്. അവനാണ് ഇന്നെ വന്ന് ഇടിച്ചിട്ടത്. അവനാണ് പറഞ്ഞത് ഞാൻ മരുടെ അനീഷിൻ്റെ അനിയനാണ്, എന്നെ കൊല്ലാൻ പോകണമെന്നൊക്കെ പറഞ്ഞതും തലക്കടിച്ചതും ഒക്കെ അവനാണ്. വീട്ടുകാർ വിളിച്ചു വരുത്തിയ ആംബുലൻസിലാണ് പിന്നീട് ആശുപത്രിയിലെത്തിച്ചത്. എടക്കര സ്വദേശിയായ യുവതിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ 5 പേർക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുസ്തഫയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. പൊന്നയൂരിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിച്ചു. അകലാട് ത്വാഹ പള്ളി ബീച്ച് കരിമത്തിപ്പറമ്പിൽ മുബാറക്കിൻ്റെ ഓലമേഞ്ഞ വീടാണ് തകർന്നു വീണത്. ഇന്നലെയാണ് സംഭവം. മുബാറക്കും ഭാര്യയും 2 കുട്ടികളുമായിരുന്നു വീട്ടിൽ താമസം. മുബാറക്ക് ജോലിക്കും കുട്ടികൾ മദ്രസയിലേക്കും പോയിരിക്കുകയായിരുന്നു. മുബാറക്കിൻ്റെ ഭാര്യ പുറത്തിറങ്ങിയ സമയത്താണ് വീടിൻ്റെ മേൽക്കൂര നിലംപൊത്തിയത് എന്നതിനാൽ വലിയ അപകടമൊഴിവായി. വീട്ടിനുള്ളിലെ സാധന സാമഗ്രികൾ മുഴുവനായും ഉപയോഗശൂന്യമായി. ദിവസവും കൂലിപ്പണിക്ക് പോയാണ് മുബാറക്ക് കുടുംബം പോറ്റുന്നത്. വിവരമറിഞ്ഞ് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, വാർഡ് മെമ്പർ അസ്ലം, പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ സലീം കുന്നമ്പത്ത് എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സഹായ പിന്തുണയുമായി നാട്ടുകാരും എത്തിയത് കുടുംബത്തിന് ആശ്വാസമായി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. കരുവന്നൂർ കേസ് ഇഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും നിയമപരമായി നേരിടുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ PMLA കോടതിയുടെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
ED മുമ്പും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വിധേയമായി പലവിധ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്നതും അത്തരമൊരു വേട്ടയാടലിന്റെ ഭാഗമാണെന്നും അബ്ദുൾ ഖാദർ വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. കരുവന്നൂർ കേസിൽ ED സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത്തരം നടപടികൾക്ക് മുമ്പിൽ പാർട്ടി ഒരു കാരണവശാലും മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഈ കേസിനെ നിയമപരമായി തന്നെ നേരിടുമെന്ന് വ്യക്തമാക്കിയ ജില്ലാ സെക്രട്ടറി ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും നിയമപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ രാഷ്ട്രീയ വേട്ടയാടലിനെ പ്രതിരോധിക്കുമെന്നും അബ്ദുൾ ഖാദർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. ഇതിനകത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ നേരത്തെ തന്നെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വിധേയമായിട്ടുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ PMLA കോർട്ട് വിചാരണ നേരിടണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. ഇതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. നമ്മുടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരുതരം വേട്ടയാടലുകൾക്ക് മുന്നിലും മുട്ടുമടക്കാൻ CPIM ഇല്ല. ഏത് തരത്തിലുള്ള ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ വേട്ടയാടലുകളെ ജനത്തിന് ഇരുട്ടടിയായി വീണ്ടും പാചകവാതക വിലയിൽ വർധന. വീട്ടാവശ്യത്തിനുള്ള ഗാർഹിക സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുന്നത്. വിലവർധന ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ചിൽ പാചകവാതകത്തിന് 60 രൂപ കൂട്ടിയിരുന്നു. പുതിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപയിൽ നിന്ന് 942 രൂപയായി വർദ്ധിച്ചു. ജൂണിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG വിലയിൽ 42 രൂപയുടെ വർധന വരുത്തിയിരുന്നു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിനിർഭരം. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ഞായറാഴ്ച ആഘോഷിച്ചത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങൾ നടന്നു. പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങളാണ് ദേവാലയത്തിൽ നടന്നത്. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഫാദർ പോൾ ആർക്കൽ മുഖ്യകാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാന നടന്നു. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനായി. തുടർന്ന് വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം ഊട്ടുസദ്യയുടെ വെഞ്ചരിപ്പും വിതരണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. തിരുനാളാഘോഷത്തിന് വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത്, ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർമാരായ KC തോമസ്, ജോൺസൺ അറങ്ങാശ്ശേരി, ഊട്ട് കൺവീനർ ഫ്രാൻസിസ് പ്രിൻസ് അറങ്ങാശ്ശേരി, ഫിനാൻസ് കൺവീനർ വർഗീസ് കൊണ്ടുകുളം, പബ്ലിസിറ്റി കൺവീനർ സിൻഡോ ജോസ് ചുണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി കൂമ്പുഴയിൽ ഭീമൻ മലമ്പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന് സമീപമുള്ള കൂമ്പുഴയിൽ വലയിൽ കുടുങ്ങിയ ഭീമൻ മലമ്പാമ്പിനെയാണ് ചത്ത നിലയിൽ കണ്ടത്. ജീവനുണ്ടെന്നും തലയുടെ ഭാഗം വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച മലമ്പാമ്പാണ് ചത്തതാണെന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തിലധികമായി മലമ്പാമ്പ് പൊന്തിക്കിടക്കുന്ന അവസ്ഥയിൽ പുഴയിൽ തുടരുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മലമ്പാമ്പ് പുഴയിൽ കുടുങ്ങിക്കിടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് എരുമപ്പെട്ടിയിൽ നിന്നും വനം വകുപ്പ് അധികൃതരെത്തി നടത്തിയ പരിശോധനയിലാണ് പാമ്പ് ചത്തതായി സ്ഥിരീകരിച്ചത്. ജലനിരപ്പ് ഉയർന്നതോടെ പുഴവെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെട്ടതാണ് പാമ്പ് ഇളകുന്നതായി തോന്നുവാൻ കാരണമായതെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കനിവിന്റെ കരസ്പർശവുമായി വീണ്ടും മിൽട്ടൺ സണ്ണി. തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് സ്കൂൾ ബാഗും നോട്ട് ബുക്കും ഉൾപ്പെടെയുള്ള കിറ്റ് കൈമാറി. എറണാകുളത്തെ പ്രമുഖ വ്യാപാരിയായ പഴഞ്ഞി ചെറുവത്തൂർ വീട്ടിൽ മിൽട്ടൺ സണ്ണിയാണ് തെരഞ്ഞെടുത്ത 250 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. പഴഞ്ഞിയിലെ വീടിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജിസ് ജോൺസൺ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ MP രാജൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മിൽട്ടൺ സണ്ണി സ്വാഗതവും സുനിത സണ്ണി നന്ദിയും പറഞ്ഞു.
250 കുട്ടികൾക്കാണ് പഠനോപകരണ കിറ്റ് നൽകിയത്. സ്കൂൾ ബാഗിന് പുറമെ നോട്ട്ബുക്കും പൗച്ചും ലഞ്ച് ബോക്സ് ഉൾപ്പെടെയുള്ളവയും അടങ്ങിയതായിരുന്നു കിറ്റ്. നേരത്തെയും നിരവധി കാരുണ്യ പ്രവർത്തികൾ മിൽട്ടൺ സണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. തന്റെ 60ാം പിറന്നാളിന്റെ ഭാഗമായി 60 വീതം വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനായും ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്കായും സഹായങ്ങൾ നൽകിയും ശ്രദ്ധേയനായിരുന്നു. കോവിഡ് കാലത്തുൾപ്പെടെ നിരവധി സേവന സഹായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരന്റെ പെൺകഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പാട്ടുകൾ കോർത്തിണക്കി ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവന്റ്സ് സംഘടിപ്പിച്ച എല്ലാവരും ചൊല്ലണ് സംഗീത പരിപാടി ശ്രദ്ധേയമായി. വനിതാ ഗായികമാർ അണിനിരന്ന സംഗീത സന്ധ്യ കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി ഹാളിലാണ് അരങ്ങേറിയത്. ഫേസ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. പി ഭാസ്കരന്റെ പെൺപാട്ടുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി എഴുത്തുകാരിയും പൊതുപ്രഭാഷകയുമായ CS മീനാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, PS ഷാനു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗായികമാർ ആലപിച്ച മനോഹരമായ ഗാനങ്ങൾ ചടങ്ങിനെ മാറ്റുകൂട്ടി. സംഗീതപ്രേമികളും നാട്ടുകാരുമടക്കം വൻ ജനപങ്കാളിത്തമാണ് പരിപാടിയിലുടനീളം ദൃശ്യമായത്. പെരുമ്പിലാവ് ആൽത്തറയിൽ കിണറ്റിൽ വീണ ഗൃഹനാഥ മരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശിനി കറുപ്പന്റെ വളപ്പിൽ വീട്ടിൽ കോമളമാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. വീടിന് സമീപത്തെ പറമ്പിലുള്ള കിണറ്റിൽ കോമളം വീഴുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുന്നംകുളം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കിണറ്റിൽ വീണ കോമളത്തെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന മൃതദേഹം പിന്നീട് സംസ്കരിക്കും. ഫിഫ ലോകകപ്പിനെ വരവേറ്റ് എരുമപ്പെട്ടിയിൽ അർജന്റീന ഫാൻസിന്റെ ആഘോഷം. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചും മെസ്സിയുടെ ചിത്രവും അർജന്റീനയുടെ പതാകയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ച് വിതരണം ചെയ്തും ഫാൻസി വെടിക്കെട്ട് നടത്തിയുമാണ് ആഘോഷം വർണ്ണാഭമാക്കിയത്. നാസിക് ഡോളിന്റെ നാദവും ആഘോഷത്തിന് ആവേശം പകർന്നു. സമസ്ത കേരള സുന്നി ബാലവേദി ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പ്രമേയത്തിൽ ജൂൺ 5 മുതൽ 15 വരെ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിന് തുടക്കമായി. പെരുമ്പിലാവ് റേഞ്ച് തല ഉദ്ഘാടനം കടവല്ലൂർ വടക്കുമുറി ഹയാത്തുൽ ഇസ്ലാം മദ്രസാങ്കണത്തിൽ പെരുമ്പിലാവ് റേഞ്ച് പ്രസിഡന്റ് KK സുലൈമാൻ ദാരിമി കടവല്ലൂർ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. മദ്രസ സദർ മുഅല്ലിം അബ്ദുസമദ് ലത്തീഫി അധ്യക്ഷത വഹിച്ചു. സുഹൈൽ മൗലവി, ജാബിർ അശ്ശരി, നാസർ മൗലവി, ജമാൽ അഷ്റഫി, HIM സുന്നി ബാലവേദി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. SKSBV കൺവീനർ റംഷാദ് ഫൈസി സ്വാഗതവും പെരുമ്പിലാവ് റേഞ്ച് സെക്രട്ടറി അജ്സൽ നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. ജൂൺ 13, 14 തീയതികളിലായി കണ്ടാണശ്ശേരിയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. പെരുമ്പിലാവിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി പതാക ഉയർത്തി. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അസീസ്, സെക്രട്ടറി സുധീർ, മുഹമ്മദ് ഹാഷിം, പത്മം വേണുഗോപാൽ, നിയാസ് എന്നിവർ പങ്കെടുത്തു. ജൂൺ 13 കണ്ടാണശ്ശേരി ദോഫോർ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനവും 14 അരിയന്നൂർ സെന്ററിൽ ബാബു M പാലിശ്ശേരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ചേർന്ന് 42ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തി. പൂക്കോട് കലാസാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ SMJ കേരള കളരി സംഘം കരിയന്നൂർ ഉന്നത വിജയം കരസ്ഥമാക്കി.
ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ കുറുവടി വെറും കൈ മത്സരത്തിൽ ശ്രീലക്ഷ്മി അശ്വതി, കുറുവടി വെറും കൈ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ KS ശ്രീഹരി, VS നിരഞ്ജൻ, സീനിയർ ബോയ്സ് കൈപ്പോരിൽ ഇസ്മയിൽ എന്നിവർ വിജയികളായി. SMJ കളരി കൃഷ്ണൻ ഗുരുക്കളുടെ മകനും ശിഷ്യനുമായ ജിനേഷ് ഗുരുക്കൾ വിജയികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ഓണത്തിന് മുന്നൊരുക്കം. കാട്ടാക്കമ്പാലിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം തുടങ്ങി. കാട്ടകമ്പാൽ കൃഷിഭവനിൽ നടന്ന തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ TS മണികണ്ഠൻ, സന്തോഷ് കൊളത്തേരി, PM അലി, NK ചന്ദ്രാവതി, ജിൻസി സജു, മോനിഷ രജീഷ്, അഞ്ജു സുധീഷ്, സന്ധ്യ ഷിബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പരിപാടിയിൽ 66,675 രൂപ ഉൾപ്പെടുത്തിയാണ് വനിതകൾക്കായി പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗുണഭോക്തൃ വിഹിതമായി 1.25 രൂപ അടയ്ക്കണം. 13,000-ലധികം തൈകളാണ് വിതരണത്തിന് എത്തിയിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ചും കലർന്ന ചെണ്ടുമല്ലികൾ വിരിയുന്നതോടെ ഓണത്തിന് വീടുകളിലും നാട്ടിലും സമൃദ്ധമായി ചെണ്ടുമല്ലിപ്പൂക്കൾ നിറയും. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിലേക്കും ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്യുമെന്നും കുട്ടികളുടെ അധ്വാനശേഷി പ്രയോജനപ്പെടുത്തി സ്കൂൾ മുറ്റം വർണ്ണപ്പൂക്കൾ വിരിയുന്നിടമാക്കി മാറ്റാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പറഞ്ഞു. കുന്നംകുളം കുറുക്കൻപാറ സൗഹൃദ നഗർ നിവാസികളെ ആശങ്കയിലാഴ്ത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രദേശത്ത് പാമ്പിനെ കണ്ടെത്തിയത്. വാർഡ് കൗൺസിലർ രഞ്ജിത്ത്, നാട്ടുകാരനായ രമേശ് എന്നിവരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് സ്നേക്ക് ക്യാച്ചർ രാജൻ പെരുമ്പിലാവിനെ അറിയിച്ചതനുസരിച്ച് അദ്ദേഹം സ്ഥലത്തെത്തി ഏറെ ശ്രമപ്പെട്ടാണ് പാമ്പിനെ പിടികൂടിയത്. മൂർഖനെ വനംവകുപ്പിന് കൈമാറി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വന്ന കാർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ദേശീയപാത വില്യംസിൽ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡിൽ വെള്ളം കയറിയതോടെ വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതയാത്രയായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡുകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ റോഡിലുള്ള കുഴികൾ കാണാൻ കഴിയാത്ത അവസ്ഥയായി. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് വാഹനയാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. അക്കിക്കാവ് പൂങ്കാവനം ലെനോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ആദര ചടങ്ങ് കുന്നംകുളം SI സുബിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 വിജയികളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചുപ്പുടിയിൽ A ഗ്രേഡ് നേടിയ PJ ഋതിക എന്ന വിദ്യാർത്ഥിനിയെയും ആദരിച്ചു. ലഹരി ഉപയോഗം, കായിക വിദ്യാഭ്യാസം, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ SI സുബിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുഹമ്മദ് ഖാസിം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സുഹറ ടീച്ചർ അധ്യക്ഷയായി. നവീൻ ചിക്കു, ജയകുമാർ പൂളക്കൽ, മല്ലിക ശിവദാസൻ, ബിസ്മി സന്ദീപ്, പ്രവീൺ, ശ്രീതി ബ്രിജേഷ്, ക്ലബ് പ്രസിഡന്റ് സാബിർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ ഭാരവാഹികളായ റാഷിദ്, നഹിയാൻ, അക്ഷയ്, രഞ്ജിത്ത്, CB അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃശൂർ അഴീക്കോടൻ രാഘവൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ആദര ചടങ്ങ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ഗുരുവായൂർ MLA-യുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MK സുനിൽ, CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ T സുധാകരൻ, MR രാജൻ, യൂണിയൻ ജില്ലാ ട്രഷറർ KG സന്ധ്യ, വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് ജെറിൻ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ 2026-27 വർഷത്തെ ഭരണസമിതി ചുമതലയേറ്റു.
ഞായറാഴ്ച ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക മെത്രോപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ കൽപ്പന പ്രകാരം പ്രാർത്ഥനയോടുകൂടിയാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. വികാരി ഫാദർ ജോസഫ് ജോർജ് കെ, ട്രസ്റ്റി TI ഉല്ലാസ്, സെക്രട്ടറി ബാബു CK, ഓഡിറ്ററായി റിജി ജോണും മറ്റംഗങ്ങളായി VI സ്റ്റീഫൻ, KS സണ്ണി, TC സജു, KP മോൺസി, KC ബിന്നി, ഗീവർ IP, ബെന്നി കുത്തൂർ, ഗീവർഗീസ് ഐസക്, ഷീന പോൾ, സൂസൻ ഗീവർഗീസ് എന്നിവരും ചുമതലയേറ്റു. ചരമം. അക്കിക്കാവ് വലിയ വളപ്പിൽ പരേതനായ അലിയുടെ ഭാര്യ തിത്തായി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. അബ്ദുൾ കരീം, അബ്ദുറസാഖ്, ഖദീജ, ഷമീറ എന്നിവർ മക്കളാണ്. പുന്നയൂർകുളം പഞ്ചായത്ത് മെമ്പർ ഷിനോദിന്റെ പിതാവ് അണ്ടത്തോട് കുമാരൻ പടി മുപ്പാടത്ത് വേലായുധൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജാനുവാണ് ഭാര്യ. വിനോദ്, മിനി, സിനി എന്നിവർ മറ്റു മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ സലിം കുമാർ ഇനി മലയാളി മനസ്സിലെ ചിരിയോർമ്മ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ത്യം 56-ാം വയസ്സിൽ. വടക്കൻ പറവൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിട പറയുന്നത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും ഒരു പിടി അനശ്വര കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ. കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിന് ക്രൂരമർദ്ദനം. സംഭവത്തിൽ കേച്ചേരി ആയമുക്ക് സ്വദേശികളായ 3 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ രായമരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, കരീമിന്റെ മക്കളായ റൌഫ്, റാസിഖ് എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. പുലർച്ചെ യുവാവിനെ വിളിച്ചുവരുത്തി ക്രൂരമായ ആക്രമണം. അകലാട് ചെറുതോട്ടുപുരയ്ക്കൽ 35 വയസ്സുള്ള മുസ്തഫയാണ് മർദ്ദനത്തിന് ഇരയായത്. ബൈക്കിൽ പിന്തുടർന്നുവന്ന് ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയിലും തോളിലും അടിച്ചതായും റോഡിലൂടെ വലിച്ചിഴച്ചതായും പരാതി. യുവതിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ സന്ദേശം അയച്ചതാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.